ഞാൻ നിങ്ങളുടെ മുന്നിൽ തൊഴുതു പറയുക, ദയവ് ചെയ്ത് CKCയുടെ ജാമ്യത്തെ എതിർക്കരുത്. മേലിൽ CKC നിങ്ങൾക്ക് ഒരു ശല്യവും ചെയ്യാത്ത വിധം ഞാൻ നോക്കിക്കോളാം, പ്ലീസ്. കൊള്ളാം ജ്യോതി മാഡം, ഭർത്താവിനേക്കാൾ നന്നായിട്ട് ഭാര്യ അഭിനയിക്കുന്നുണ്ട്. നെഞ്ചുവേദന അഭിനയിച്ച് ജാമ്യത്തിലിറങ്ങി പൂർവാധികം ശക്തിയോടെ ഞങ്ങൾക്കെതിരെ തിരിയാമെന്നാണ് CKCയും ജ്യോതിർമയും ഉദ്ദേശിക്കുന്നെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല. നന്നായി ഹോംവർക്ക് ചെയ്തിട്ട് തന്നെയാണ് അഡ്വക്കേറ്റ് ലതാദേവി ഇന്ന് CKCയുടെ ജാമ്യത്തെ എതിർക്കാൻ പോകുന്നത്. ഉറപ്പിച്ചു വെച്ചോ ജ്യോതിർമയി, CKC ഒരിക്കലും ജാമ്യത്തിലിറങ്ങാൻ പോകുന്നില്ല. ആശുപത്രിയിൽ നിന്നും നേരെ അയാളുടെ പോക്ക് ജയിലിലേക്ക് തന്നെയായിരിക്കും. ഞാൻ പറയുന്നത് ഒന്ന് വിശ്വസിക്കും. മരണത്തോട് മല്ലടിക്കുന്ന ഒരു മനുഷ്യനാ CKC. ആ മനുഷ്യനോട് നിങ്ങൾ ഇത്രയും ക്രൂരത കാണിക്കരുത്. എന്തിനാ നിധി നമ്മൾ ഇവരുടെ പാഴ അഭിനയം കണ്ടുകൊണ്ട് നിൽക്കുന്നത്? വാ, നമുക്കത് പോയി വക്കീലിനെ കാണാം. നിങ്ങൾ എത്തിയോ? ലതാ മേഡം എവിടെയുണ്ട്? ഞങ്ങൾക്ക് മാഡത്തിനോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. മാഡം ഇതുവരെ എത്തിയിട്ടില്ല, അതിന്റെ ടെൻഷനില്ല ഞാൻ. കോടതി കയറാറായി. അല്ല, ഞങ്ങൾ വിളിച്ചായിരുന്നല്ലോ, 10 മിനിറ്റിനുള്ളിൽ ഇവിടെ എത്താന്നാ പറഞ്ഞത്. മാഡം ഓഫീസിൽ നിന്ന് ഓട്ടോയില്ല ഇങ്ങോട്ട് വന്നത്, അത് കഴിഞ്ഞാ ഞാൻ ഇറങ്ങിയത്. ഇവിടെ വന്നപ്പോ മാഡത്തിനെ കാണാനില്ല, വിളിച്ചിട്ടാണെങ്കിൽ ഫോണും എടുക്കുന്നില്ല. ഞാൻ എന്തായാലും വക്കീലൊന്ന് വിളിച്ചു നോക്കട്ടെ. ഇനി എന്തെങ്കിലും ആവശ്യത്തിന് തിരിച്ച് ഓഫീസിലേക്ക് പോയതാണെങ്കിലോ? ഓഫീസിലേക്ക് പോയതാണേലും വിളിച്ച ഫോൺ എടുക്കണ്ടേ? നിങ്ങൾ വാ, നമുക്കകത്തേക്ക് പോവാം. ഫോൺ റിങ് ചെയ്ത് കട്ടായി. മാഡം ഇത്രയും ലേറ്റ് ആവുന്നതല്ല, എന്തു പറ്റിയെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ഗൗതം, മനുഷ്യന്റെ കാര്യമല്ലേ? ഒരുപക്ഷെ എന്തെങ്കിലും ആവശ്യവുമായി ഓഫീസിലേക്ക് തിരികെ ചെന്നിട്ട് വല്ല അസ്വസ്ഥതയോ മറ്റോ തോന്നി അവിടെ തന്നെ ഇരിക്കുകയാണെങ്കിലോ? നമുക്കേ ഒന്ന് പോയി നോക്കാം. എവിടെ? ഓഫീസിലേക്കോ? അതേന്നേ. ഗൗതം വാ, നമുക്ക് വക്കീൽ ഓഫീസ് വരെ ഒന്ന് പോയി നോക്കിയിട്ട് വരാം. ഇവിടെ അടുത്തല്ലേ? ശരി, വാ പോവാം. എന്റെ ഈശ്വരന്മാരെ, അപശകനം കണ്ടുകൊണ്ട് ഗൗതമ നിധി ഇറങ്ങിപ്പോയിരിക്കുന്നത്. അവർക്ക് പരാജയം സംഭവിക്കല്ലേ ഭഗവാനെ. ആ CKCക്ക് ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ അതോടെ ഈ കുടുംബത്തിന്റെ സർവ്വ സ്വസ്ഥതയും നശിക്കും. ഈ കുടുംബത്തിനെയും എന്റെ കുഞ്ഞുങ്ങളെയും കാത്തോളണേ ഭഗവാനെ, ഭഗവാനെ. അയ്യോ, ഓഫീസ് പൂട്ടിയിരിക്കുകയാണല്ലോ ഗൗതം. അപ്പോ വക്കീൽ ഇവിടെ ഇല്ല എന്നുള്ള കാര്യം ഉറപ്പാ. അപ്പൊ പിന്നെ ലതാ മേഡം എവിടെ പോയതായിരിക്കും? നീ വാ, വന്ന് വണ്ടി കയറി, നമുക്ക് നോക്കാം. ഭഗവാനെ, CKCക്ക് ഒരു കാരണവശാലും ജാമ്യം കിട്ടല്ലേ. അയാൾ പുറത്തിറങ്ങിയാൽ എന്റെ ഗൗതമിനെ സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കില്ല. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കി വെക്കില്ലേ എന്റെ ഈശ്വര. പരസ്പരം ആരാണെന്നറിയാതെയാണ് ഗൗതമും CKCയും പോരിനിറങ്ങിയിരിക്കുന്നത്. ഇനിയും അയാൾ ഉപദ്രവിക്കാൻ വന്നാൽ ഗൗതം അയാളെ ഇല്ലാതാക്കും. മകന്റെ കൈകൊണ്ട് അച്ഛന് മരണം സംഭവിക്കേണ്ട ഗതികേട് വരുത്തിവെക്കല്ലേ ഭഗവാനെ.